കണക്കിൻ്റെ ഹോംവർക്ക് ചെയ്യാത്തൊരു പയ്യനെ എൻ്റെ നാട്ടിലൊരു മാഷ് വല്ലാതെ അങ്ങ് ശകാരിച്ചു. ശകാര സഹികെട്ടപ്പോൾ പയ്യൻ മാഷോട് ചോദിച്ചോ, മാഷ ഈ കണക്കിൻ്റെ ഡെഫിനിഷൻ എന്താ? വാട്ട് ഈസ് ദി മാത്തമാറ്റിക്സ് ഡെഫിനിഷൻ എന്താ? മാഷക്ക് കണക്കറിയാന്നല്ലാതെ കണക്ക് എന്താണെന്നറിയില്ല. അറിയില്ല എന്ന് പറയാൻ മാഷന്മാർക്ക് ഭയങ്കര മടിയല്ലേ. കണക്ക് എന്ന് പറഞ്ഞാലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിളർത്തിയെടുക്കുക അയാൾ. അപ്പോഴാണ് ബെല്ലടിച്ചു ഭാഗ്യത്തിന്. അടുത്ത പീരീഡ് പറഞ്ഞു തരാം. നേരെ സ്റ്റാഫ് റൂം പോയിട്ട് സകല മാഷന്മാരോട് ചോദിച്ചു എന്താ കണക്ക്, ആർക്കും അറിയില്ല. ഗൂഗിൾ തപ്പി ഒട്ടനെ. മാതാപിതാ ഗുരു ദൈവം പോയിട്ട് ഇപ്പം മാതാപിതാ ഗൂഗിൾ ദൈവമാണല്ലോ. ഗൂഗിൾ തപ്പി എവിടെയും കാണുന്നില്ല. അടുത്ത പീരീഡ് ക്ലാസ്സിൽ വന്നു. മാഷ് ചോദ്യം ചോദിച്ച സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കണക്കെന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കി എന്താന്ന് പറ, തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പയ്യൻ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, മാഷെ കണക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് ജാസ്തിയില്ല ഒന്ന് കുറവുമില്ല, കണക്കാ. അതാ കണക്ക്. അതല്ലേ, കൂടുതലും അല്ല കുറവുമല്ല, കണക്കാ. മനുഷ്യനും മൃഗത്തിനും കണ്ണിൻ്റെ എണ്ണം, മൂക്കിൻ്റെ എണ്ണം, ദ്വാരത്തിൻ്റെ എണ്ണം, കാതിൻ്റെ എണ്ണം കണക്കല്ലേ? ചോരക്ക് നിറം ചോപ്പല്ലേ? അത്തിക്ക് നിറം വെളുപ്പല്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ചോദ്യം ചോദിച്ചാൽ സ്കൂളിൽ നിന്നാണ് ഉടനെ മറുപടി വരും, 3 വ്യത്യാസമുണ്ട് എന്നാ കുട്ടികൾ പറയാ. എന്താ? മനുഷ്യന് കൊമ്പില്ല, മൃഗത്തിന് കൊമ്പുണ്ട്. മനുഷ്യന് വാലില്ല, മൃഗത്തിന് വാലുണ്ട്. മനുഷ്യന് 2 കാലാണ്, മൃഗത്തിന് 4 കാലാണ്. അതിനൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാ മൃഗത്തിനും കൊമ്പില്ലല്ലോ. കൊമ്പില്ലാത്ത മൃഗമുണ്ട്, കൊമ്പുള്ള മൃഗമുണ്ട്. നമ്മൾ കൊമ്പില്ലാത്ത മൃഗമാണ്. ബാലില്ലാത്ത മൃഗമുണ്ട്, ബാലുള്ള മൃഗമുണ്ട്. ചിമ്പൻസി, ഒറാങ്കുട്ടൻ, ഗൊറില്ല, പാൻഡ, ഇതിനൊന്നും ബാലില്ല. അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് നമുക്ക് ബാലില്ലാത്ത. അതുകൊണ്ട് നമ്മൾ ബാലില്ലാത്ത എല്ലാം മനുഷ്യന്മാരല്ലല്ലോ. ഇപ്പോൾ ബാലൊരു വ്യത്യാസമല്ല. പിന്നെ കാല് മനുഷ്യന് ഇരുകാലിയാന്ന് ആര് പറഞ്ഞു? ഇവിടെ ആദ്യം തന്നെ 2 കാലം നടന്ന ആരെങ്കിലും തെളിവന്നാൽ 2000 റുപ്യ ഇപ്പം തരും. ആദ്യം 2 കാലം നടന്നവരുണ്ടോ? നമുക്ക് 4 കാലായിരുന്നു പ്രകൃതി നിശ്ചയിച്ചത്. പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും. നമ്മൾ അഭ്യാസം പഠിച്ച് ജംബോ സർക്കസിൽ ആനയെ പോലെ 2 കാല് ഉയർത്തി കൈയാക്കിയതാ. നമുക്കും കാല് 4ആയിരുന്നു. നിങ്ങളിരിക്കുന്ന കസേരക്കും കാല് 4ആണ്, മേശക്കും കാല് 4ആണ്, ബെഞ്ചിനും ഡെസ്കിനും കാല് 4ആണ്. കാലിന് കാലെന്ന് പേര് വരാൻ കാരണം തന്നെ കാല് 4ആയതുകൊണ്ടാണ്. കാരണം 4 മൂലക്കും കാലിലെ ഉരുണ്ട് വീഴും. കാല് 4 ഒരു സെറ്റാ. ഒരു കാല് എന്ന് പറഞ്ഞാൽ 4ൽ 1. 4ൽ 1 കണക്കിൻ്റെ മാഷ് പഠിപ്പിച്ച് 1/4 എന്നാ. 1/4 കാല് എന്ന് പറയാ. കാലിന് കാലെന്ന് പേര് വന്ന് 1/4 ആയതുകൊണ്ടാ. മനസ്സിലായോ? കാലും കൂട്ടിയാലല്ലേ അര. ഇതാ എൻ്റെ ഒരു കാല് പ്ലസ് മറ്റേ കാല് സമയത്തല്ലേ അര. അരക്കര എന്ന പേര്. വാക്കുകൾ വന്നതിന് ഒരു കാരണമുണ്ടാവും.